எவ்வளவு கொடுக்குறீங்க? 400. ഞാൻ കൊടുത്ത് അടിപൊളി. അങ്ങനെ നമ്മുടെ യാത്രയുടെ 2ാം ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്നലെ വന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശിലുള്ള നെല്ലൂർ എന്നുള്ള സ്ഥലത്ത് അദാനി ഗ്രൂപ്പിന്റെ സീപോർട്ട് ഉണ്ട്. കൃഷ്ണപട്ടണം അല്ലേ? കൃഷ്ണപട്ടണം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ലോഡ് കിട്ടിയിട്ടില്ല. നമ്മുടെ വണ്ടി ഇവിടെ പാർക്കിംഗ് തന്നെ കിടക്കുകയാണ്. ട്രിപ്പ് കിട്ടിയ 1 മാസം നമ്മൾ വണ്ടി തന്നെയാണ് ജീവിതം. മൊത്തം വാഹനങ്ങൾ തന്നെയാണ് ഈ സൈഡ്, മൊത്തം ലോറികൾ തന്നെയാണ് നിരന്ന് കിടക്കുകയാണ്. ഇത്രയും ലോറികളൊന്നും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ പോർട്ടിനകത്തോട്ട് പോകാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഡ്രൈവേ ട്രാക്കാണ് അല്ലേ അളിയാ? ഇത് നേരെ പോണത് നമ്മളെ അദാനി ഗ്രൂപ്പിൻ്റെ പോർട്ടിനകത്തോട്ടാണ്. നമ്മുടെ പാർക്കിംഗ് ഏരിയ ഇതാണ്. ഇതിനകത്താണ് നമ്മുടെ വാഹനം കിടക്കുന്നത്, നമ്മുടെ ലോറി കിടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സീ പോർട്ടിലോട്ട് പോകാനായിട്ടുള്ള വണ്ടികളാട്ടോ ഈ കിടക്കുന്ന ട്രെയിൻ. ഇത് അത്രയും ഏതായിരിക്കും മറ്റേ കൽക്കരി അല്ലേ? കൽക്കരി എടുക്കാനായിട്ട് വന്ന് കിടക്കുന്നതാണ്. പാസ് എടുക്കാതെ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അദാനി കൃഷ്ണപട്ടണം പോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 12 കിലോമീറ്ററോളം ഇതിനകത്തോട്ട് ഇനി യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് സീ പോയിന്റിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അതായത് പോർട്ടിന്റെ അവസാനം നമുക്ക് ലോഡ് എടുക്കുന്ന സ്ഥലത്തോട്ട് വേണ്ട കൽക്കരിയും കൊണ്ട് പോണതാണ് ഒരു ലോഡ്. പൊടിയെന്നൊക്കെ വെച്ചോ രക്ഷയില്ലാത്ത പൊടിയൊന്നുമില്ല. എല്ലാം കൽക്കരി തന്നെയാണ്, എല്ലാം കൽക്കരി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ലോറി എടുത്ത് നേരെ ഹോട്ടലിലോട്ട് യാത്ര തുടങ്ങി. അടുത്തൊന്നും നല്ല ഹോട്ടലുമില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 2.5 കിലോമീറ്റർ അപ്പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത്. മൊത്തം നമ്മൾ 5 പേരുണ്ട്. ഒരു ലോറിയിൽ പോയി എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് വരാനാണ് പ്ലാൻ. അജ്മൽ മലപ്പുറം, വരുണണ്ണൻ കൊല്ലം, ലാൽകൃഷ്ണൻ പത്തനംതിട്ട, റൺധീർ ഭായ് ബീഹാർ. ഇതാണ് നമ്മുടെ ടീം. അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഹോട്ടലിലെത്തി ഒരു ടേബിൾ പിടിച്ച് എല്ലാവരും കൂടി കയറിയിരുന്നു. എല്ലാവരും ആന്ധ്രാപ്രദേശിലെ സ്പെഷ്യൽ ഊണാണ് ഓർഡർ ചെയ്തത്. ചുരുക്കം ചില കടകളിൽ മാത്രമേ ഇത്രയും വിഭവങ്ങളോട് കൂടി ഊണ് കിട്ടത്തുള്ളൂ. സാധാരണ ചെറിയ കടയിൽ കയറി ഊണ് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് റൈസും രസവും തൈരും അങ്ങനെ 1-2 കറിയോ കൂട്ടാനോ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമാണ്. ഒരുപാട് കറിയും കൂട്ടാനും ഉണ്ടെങ്കിലും 80 രൂപ മാത്രമേ ഒരു ഊണിന് വിലയാകുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് വേറെ ഇനി എവിടെ ചെന്നാലും കിട്ടത്തില്ല. പക്ഷേ ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് നല്ലൊരു ഊണാണ് എനിക്കിന്ന് കിട്ടിയത്. ഊണ് കഴിച്ച ശേഷം നമ്മൾ തിരിച്ചു നേരെ പാർക്കിങ്ങിലോട്ട് പോയി. എല്ലാവരും ഒരുമിച്ച് തമാശകളെല്ലാം പറഞ്ഞ് യാത്ര ചെയ്യാൻ തന്നെ നല്ല രസമായിരുന്നു. പാർക്കിങ്ങിലെത്തി വണ്ടി ഒതുക്കിയ ശേഷം എല്ലാവരും ഒന്ന് ഉറങ്ങാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് വിളി വന്നു. ലോഡ് കയറ്റുന്നതിനായിട്ട് ലോറിയുടെ കുറച്ച് ഡോക്യുമെന്റുകൾ പ്രിന്റ് എടുത്ത് നൽകണമെന്ന് പറഞ്ഞു. പ്രിന്റ് എടുക്കാനായിട്ട് നമ്മൾ അടുത്തുള്ള